അങ്ങനെ 2025 ഓഗസ്റ്റ് 25-ാം തീയതി നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. വീഡിയോസൊക്കെ ഇനി ഒരുപാട് ഇടാനുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വരുന്നത് ഇതാ ഈ കാരണം ബെഡിൽ നിറയെ കിടക്കുന്നത് എനിക്ക് വെഡ്ഡിങ്ങിന് കിട്ടിയേക്കുന്ന ഗിഫ്റ്റാണ്. സോ നമ്മളിതന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒത്തിരി ഗിഫ്റ്റ്സ് ഉണ്ട്. ഇതൊക്കെ ആരൊക്കെയാണ് തന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാര്യം അവർ സ്റ്റേജിലേക്ക് വരും, സാധനം തരും, പോവും, ഞാനത് ബാക്കിലോട്ട് എടുത്ത് വെക്കും. അങ്ങനെ ഇപ്പം ഞാൻ അന്ന് പ്രണവിൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ദിവസം ഇവിടെ വന്നപ്പോൾ ഇതാ ഇത്രയും ഗിഫ്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ചിലവർ പേര് എഴുതിയിട്ടുണ്ട് തോന്നുന്നു, ചിലവർ എഴുതിയിട്ടില്ല. എന്തായാലും നമുക്കിത് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. സൗണ്ട് വരും എ സിയുടെ അല്ലെ ഫാനിന്റെ. അൺബോക്സ് ചെയ്യാ. ആദ്യം ആരാ അൺബോക്സ് ചെയ്യുന്നത്? എസിയുടെ സ്വിച്ചാ. ഓക്കെ, എസിയുടെ സ്വിച്ച് ഇതാ. ഓക്കെ, ആദ്യം പ്രണവ് ചെയ്തോ. അത് ആരാന്നൊക്കെ പറയണോ കേട്ടോ. ഇതാണോ ഫ്രണ്ട്സ് എന്നാ? അതൊക്കെ എങ്ങനെ മനസ്സിലായി? അക്കുടിന്റെ ഫ്രണ്ട്സ് എന്ന സാധനം കേട്ടോ. ഫ്രണ്ട്സ് പറയുമ്പോ നമ്മളെ പത്തിലത്തെ അതൊക്കെ ആയിരുന്നടി ഒന്നും എനിക്ക് അറിയുന്നില്ല. വ്ലോഗ് കാണുന്നവരാണ്. വാവ്, നോക്കട്ടെ കാണിച്ചേ. ഇത് അക്കുടുവിന്റെ ഫ്രണ്ട്സ് എന്നാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കൊള്ളാല്ലേ? നോക്കട്ടെ തന്നെ. കൊള്ളാം, നല്ല ഫ്രെയിം. അടുത്തോ. വേഗം പൊട്ടിച്ച നമുക്ക് പെട്ടെന്ന് കിടന്നുറങ്ങാം. വേഗം പണി തീരും. മത്സരിച്ച് പ്രണും അൺബോക്സ് ചെയ്യാണ്, മുത്തു അൺബോക്സ് ചെയ്യാണ്. അതാരെന്നതാ? മുത്തു ആരെ പൊട്ടിക്കണ? പേരുണ്ടോക്കി നോക്ക്. ഓക്കെ, ആരാ എന്നാണാവോ? ആക്രാന്തം മൂത്തത്ത് പോയി. നോക്കട്ടെ. ആയി, കൊള്ളാം, രസമുണ്ട്. നോക്കട്ടെ. വാവ്, അയ്യോ, ഞങ്ങളെ പഴയ ഫോട്ടോസ് ഒക്കെ വെച്ച് ചെയ്ത. പക്ഷെ ഗ്ലാസ് ഇത് അമ്മീന്റെ അടുത്ത് തന്നെയാണ്. കണ്ടാ, ഇത് അമ്മീൻ തന്നു തോന്നുന്നു. പക്ഷെ ഗ്ലാസ് പൊട്ടിയിടും. നല്ല ഫ്രെയിം, സൂപ്പർ സാധനം. കുട്ടിക്ക് ഭയങ്കര വിഷമമായിടാ. നല്ല ഫ്രെയിം. ഇതാരും തന്നിക്കറിയാം. അതാ കുട്ടികളെ തന്നതാ. ക്രാഫ്റ്റി ചേച്ചിക്ക് ഓർമ്മയില്ലേക്കും. അതെ, അവരെ കാർഡുണ്ട്. ക്രാഫ്റ്റി ഹബ്ബ്. ആ രണ്ട് കുട്ടികള് ചെയ്യുന്ന സംഭവമാണ്. നല്ല ഭംഗിയിലാണ്. ഞാൻ ഓൾറെഡി ഫ്രെയിം കണ്ടിട്ടുണ്ടായിരുന്നു. അത് അവരവിടെ ചെയ്തന്നില്ലേ ഓൾറെഡി. ആ 3D എഫക്റ്റ് ഉള്ള സാധനമൊക്കെ ചെയ്തന്നില്ലേ, അവരെന്നെ ചെയ്തത്. കൊള്ളാം, അടിപൊളി. ഇവര് ചെയ്ത ക്രാഫ്റ്റി ഹബ്ബ്. ആരാന്നതാ? ബ്ലോഗർ നന്ദന തന്നാ. നോക്കട്ടെ. ഇത് കണ്ടിട്ട് ഗസ് ചെയ്യാൻ പറ്റും. ഇത് ലൈറ്റ്. ഇതിൽ നമുക്ക് ഫോട്ടോ വെക്കാം. കൊള്ളാം. ചാർജറൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് ലൈറ്റ് കണക്ട് ചെയ്യുന്നതാ. ചാരി വെക്കാം. കൊള്ളാം. ഫോട്ടോ ഇത് കല്ലെന്ന് വെച്ചതാ. പിന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വേണ്ട, കേക്ക് കണക്ക് വേണ്ട. അപ്പൊ ട്രോളി വേണോ ചോദിച്ചു. അപ്പൊ ട്രോളിയാ മേടിച്ചതായിരുന്നു. അങ്ങനെ ഞാൻ പറയ്ക്ക് ബാക്ക് പാക്ക് മതി. അങ്ങനെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഗിഫ്റ്റ് അത്. കൊള്ളാം. ഞാൻ മലക്ക് വലുത് വേണ്ട, ചെറുത് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലും വലുതാണ് ഓൾറെഡി ഉള്ളത്. താങ്ക് യു കെല്ല് ഷിനേച്ചിയും അങ്ങനെ അവിടെ ഉള്ള ടീമൊക്കെ. ഷിനേച്ചിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വേണ്ട വെച്ചിട്ട്. ഓക്കെ, നൈസ്. അത് ആരെന്നാ അറിയോ? സ്നേഹ.
സ്നേഹ ഇവിടെയുള്ള സ്നേഹ അവള് വന്നിട്ടുണ്ടായിരുന്നു. അവള് ചേച്ചിക്ക് അന്ന് വരാൻ പറ്റില്ലേക്ക് എന്റെ കസിന്റെ കല്യാണം. എന്നിട്ട് അവള് കൊറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പോയ ഒരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ വരുന്നവരെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് സ്റ്റേജിൽ കയറില്ല. എന്റെ കയ്യിൽ ഗിഫ്റ്റ് ഒന്ന് പോയി. ചെരുപ്പോ ഹാൻഡ് ബാഗ് തോന്നണത് രസമുണ്ട്. അന്ന് ഇങ്ങനത്തെ ബാഗ് വാങ്ങാറുണ്ട്. പിന്നെ നമ്മള് വാങ്ങിയില്ലല്ലോ ചെറിയ ബാഗ്. രസമുണ്ട്. കൊള്ളാം. പേരുണ്ട് നോക്കി. ആ പേരുണ്ട്. അറിയോ കറക്റ്റ്. ഞങ്ങളെ കല്യാണത്തിന് ദൂരം ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ കണ്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് കല്യാണ കണക്ട്. അതായത് ഞാൻ ഫസ്റ്റ് കൊളാബറേഷൻ ചെയ്തതാണ് ഐഫോൺ കേസിന്റെ. അത്യാവശ്യം നല്ല റീച്ച് പോവുകയും ചെയ്തു. അന്നൊരു നല്ല ഞങ്ങൾ ഭയങ്കര കണക്ഷനാണ്. ഞാൻ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് വരെ കല്യാണത്തിന് വന്നു. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലടോ. എനിക്ക് ഭയങ്കര സന്തോഷം അയാള് വന്നപ്പോ. ആള് എന്ത് ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇത് ഫുള്ള് കേസാണോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മൂപ്പര് എപ്പോഴും കമന്റ് ചെയ്യാറുണ്ട് അല്ലേ? എല്ലാ റീലിനും അങ്ങനെ. ഞാൻ ആൾക്ക് മെസ്സേജ് കാണുന്നുണ്ട്. എനിക്ക് കാണുന്നുണ്ട്. കൊടുത്തിന് വിളിക്കിട്ടാണ് പോണതിന്റെ മുന്നേ. അപ്പൊ ആളിന്റെ ഇങ്ങോട്ട് വന്നു എന്നെ കണ്ടപ്പോ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ലൊക്കേഷൻ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാത്തിനും ലൊക്കേഷനൊക്കെ ഞാൻ അന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്ത് പുറത്തിടും. സീൻ തിരിക്കോ കൊള്ളാം. അടിപൊളി. ഇത് വലിയ ജാറ് പോലെ അല്ലേ? മറ്റേ പോട്ട്. പിന്നെ ഫുള്ള് നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല അടിപൊളി. അല്ല അതല്ല അതല്ല ഇത് കവർ മാത്രമേ ഉള്ളൂ. അല്ല അത് കഴിഞ്ഞോ? ആസാദ് സിൽക്കത്തെ സാധനം എന്താ? ഇതൊന്നും ആരും മനസ്സിലായി. അത് ഏത് കിട്ടിയാ? ഇതിപ്പോ എവിടെ കിട്ടി? നല്ല സാരി. ഇത് ആരെ സാരി ഒന്നും അറിയില്ല. അടിപൊളി സാരി. ആ നല്ല മെറ്റീരിയൽ കേട്ടാ. ഏകദേശം സാരി ആരെ തന്നു അറിയില്ല. എന്തായാലും ഈ ആസാദ് സിൽസിലാണ് ചെങ്ങ കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആസാദ് സിൽസിൽ ഇതാണ് വരുന്നത്. പക്ഷെ അതിനൊക്കെ അറിയില്ലടി. അല്ല അതല്ല അതല്ല ഇതടുത്ത് നല്ല സാരി. പ്രണൂരൊന്നുമില്ല. പ്രണൂര് അവിടെ ഗിഫ്റ്റ് കിട്ടിയില്ല. പ്രണൂര് ആകെ ഒരു ഗിഫ്റ്റ് അവിടുത്തെ കിട്ടിയുള്ളത് അഞ്ജലി പറഞ്ഞു കിട്ടി. അത് കൃഷ്ണന്റെ വിഗ്രഹം. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സാരി. ഇത് തന്ന ആളെനിക്ക് അറിയാം. പക്ഷെ ആരാന്ന് എനിക്ക് പറയാൻ അറിയില്ല. ഒരു ബ്ലാക്ക് സാരി അല്ല ഹിസ്ക്യൂൻ അല്ലേ? ഇവിടെ VM ഹിസ്ക്യൂൻ തന്നത്. ഇതെന്താ ഒരാളൊരു ബുക്കൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അയാളെ ബുക്കാണോ? അയാളെ ബുക്ക് തന്നെയാണ്. ഹാപ്പി മാരീഡ് ലൈഫ് ശ്രീജിത്ത് ഭാസ്കർ. ഇത് നിനക്ക് അന്ന് തന്ന അതേ ആളാ? അല്ല ഇവന്റിന്റെ ആരോ ആണ്. ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ. ബ്ലൂബെറി അത് അയാളുടെ ബാക്കിലത് അയാളെ ഫോട്ടോ അയാൾ തന്നതാ. അല്ല ബ്ലൂബെറിത്തെ ജിതിൻ പറഞ്ഞ ആളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീജിത്ത് ഒരാള് ബുക്ക് തരുന്നുണ്ട് ഗിഫ്റ്റ് ആയിട്ട്. സമയമുള്ളപ്പോ വായിച്ചിട്ട് പറയണ പറഞ്ഞാൽ സമയമുള്ളപ്പോ വായിക്കാൻ. ഇപ്പൊ നല്ല ബിസിയാണ്. ചെറിയ ബുക്കാട്ടോ. എന്തായാലും വായിച്ചു നോക്കിട്ട്. കവിതയാണ്. കവിത ഇത് നമ്മുടെ ഡോക്ടർ വൃന്ദ. അതായത് ഇൻസ്റ്റയില് VM ഹിസ്ക്യൂന് ആൾ തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഡ്രസ്സാണ് തോന്നുന്നു. ഭയങ്കര വായനയിലാണല്ലോ. പണ്ടേ പഠിപ്പിയായതുകൊണ്ട്. പ്രണവ് ഇതിലെങ്കിലും ഉണ്ടാവണേന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇല്ല ഇതിലും പ്രണവ് ഇല്ല കേട്ടോ. ഫ്രോക്കല്ല എനിക്ക് തോന്നുന്നു ചുരിദാർ വിറ്റാ തോന്നുന്നു.
നല്ലപോലെ പൊട്ടിച്ച് ആക്രാന്തായിട്ട് അടിപൊളി ചുരിദാർ. ഒരു പാർട്ടി വെയർ ചുരിദാർ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതിന്റെ ടോപ്പ് ഒന്നും അറിയില്ല കേട്ടോ, പേരൊന്നുമില്ല. സാരി ഇത് 0. 0യാ. ഇത് കൃഷ്ണപ്രിയയും ശോഭിനും കൂടിയിട്ട്. ഇതില് ഞാൻ പറഞ്ഞതാ, ഇത് എനിക്ക് സെറ്റ് മുണ്ടുണ്ട്, ഇത് പ്രണുവിന് ഷർട്ട് ഉണ്ട്, പ്രണുവിന് മുണ്ടും ഉണ്ട്. ഓ സമാധാനായി. അത് എഴുതിയിട്ടുണ്ട്, നല്ല വിശ്വസൊക്കെ അറിയിട്ടുണ്ട്. ബൈ ശോഭിൻ. ഇത് പ്രിയയുടെ ഹാൻഡ് റൈറ്റിംഗ് തോന്നുന്നു. ശോഭിൻ കൂരിയൽ ആൻഡ് കൃഷ്ണപ്രിയ. താങ്ക് യു. അങ്ങനെ ലാസ്റ്റ് പ്രണുവിന് ഒരാള് കൺസിഡർ ചെയ്തു. ആരെങ്കിലും എനിക്ക് തന്നല്ലോ എന്നൊക്കെ. ഇത് ആരുടെ ഒന്നും അറിയില്ല. സെറ്റുമുണ്ട്. കൊള്ളാം, നല്ല കളർ അല്ലേ? നല്ല അടിപൊളി സാധനം. അങ്ങനൊന്നും കാണാത്ത സാധനം. വെറുതെ ചിലപ്പോ നിനക്ക് ചിലപ്പോ നിനക്കുള്ളതായിരിക്കും. നിനക്കുള്ളതാണല്ലോ. ഇത് ആള് മാറിയാ. ഇത് എനിക്ക് തോന്നുന്നത് നിനക്ക് കുറുത്തടിക്കാനുള്ളതും ഒക്കെ ആയിരിക്കും. ഇത് പെണ്ണുള്ളാട്ടാ. എനിക്ക് തന്നിട്ട് ആരാന്നറിയില്ല. ആരാണെങ്കിലും താങ്ക് യു. ഇതാരറിയോ? ഇത് ഷിനു വന്നതാണ്. ഷൈനാസിനെ അറിയില്ല. ഓളാണ് നമ്മുടെ ഫാമിലി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കയറിയത്. ഫസ്റ്റ് കയറിയ ഓളാണ്. ഇതെന്താ സംഭവം നോക്കട്ടെ. ഇവളായതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. തെണ്ടി എന്തൊക്കെയാണ് അത് വെച്ചുള്ളത്. ഈ കളറില് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. നല്ല സാരി കൊള്ളാം ഞാൻ പറഞ്ഞല്ലേ സാരി കൊള്ളാം കൊള്ളാം. സാരി കൊടുക്കും ഞാൻ വിചാരിച്ചിട്ട്. ഞാൻ വെച്ച് മിക്കവാറും അവൾ എന്തെനിക്ക് പണിയാനുണ്ടാവുന്നൊക്കെ. നല്ല കളർ നമ്മള് തെരഞ്ഞെടുപ്പ് അടിപൊളി. പറഞ്ഞോ മറ്റേ നമ്മുടെ ജപ്പാനത്തെ ആൾക്കാർ തന്നാട്ടാ. ഇത് കൊറേ കൊടുന്ന നല്ല ഇഷ്ടായിക്ക്. ഇത് മാത്രമേ ഓളിത് കൊടുന്നപ്പോ തൊട്ടിട്ട് ഇത് പൊട്ടിക്കട്ടെ ചോദിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ചങ്ങരോള ജഫയത്തെ ആള് തന്നാട്ടോ നമുക്ക് ഗിഫ്റ്റ്. ചോക്ലേറ്റ് ഹാമ്പർ. അക്കുള്ള ക്ഷമൊക്കെ നശിച്ചിട്ട് അത് മറ്റേ ടൈ വെച്ചാണ് കെട്ടിരിക്കുക. പൂരാൻ കിട്ടണില്ല. നല്ല സെക്യൂർഡ് ആയിട്ടുള്ള പാക്കിങ്. അപ്പൊ തീരെ കിട്ടണില്ല ചേട്ടാ. കമോൺ അങ്ങനെ ഇരിക്കും. നെറ്റ് മുറിക്കണ്ട, നല്ലപോലെ കിട്ടും നോക്ക്. ഫൈനലി തുറന്നുട്ടാ. ഇതില് എന്തൊക്കെ ബോണ്ടി. ഇതെന്താ ബോണ്ടി എന്നാ ബൗണ്ടി എന്നാ പറയാ? ഇത് മറ്റേ സാധനം ഉണ്ട്, പിസ്താഷ്യോ ചോക്ലേറ്റ് ചെറുത്. അയ്യോ ഇത് കിട്ടണില്ല. കേട്ടോ. കമോൺ. അക്കുടിന്റെ ആക്രാന്തം. അക്കുടോ ഇപ്പൊ നമ്മുടെ കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി കല്യാണത്തിന് മുന്നേ കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് ആട്ടോ ഈ രണ്ടെണ്ണം. അല്ല ഈ 3 എണ്ണം. ഇത് ജുനി കൊടുന്ന കേട്ടോ. ജുനി ദുബായിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അപ്പൊ എനിക്ക് തന്നത് ഇത്. ഇതിന്റെ കൂടെ എനിക്കൊരു സാധനം കൂടി തന്നിരുന്നല്ലോ. ഇവിടെ പോയി ഇത് പ്രാണിയും ജുനിയും കൂടിയിട്ട് ഗിഫ്റ്റ് ചെയ്താണ്. ഇത് കല്യാണത്തിന്റെ തലേ ദിവസം അല്ലേ പ്രാണിയും ജുനിയും കൂടി തന്നു. കാണാനില്ല. നല്ല അടിപൊളി നെക്ക് ചെയിൻ ആണ് കേട്ടോ. അത് കൊള്ളാം. അതുപോലെ പ്രാണി ജുനി ഞങ്ങൾക്ക് തന്നാണ് കേട്ടത്. എനിക്ക് ബ്ലാക്ക് കരയുള്ള സെറ്റും ഉണ്ട്. ബ്ലാക്ക് ഷർട്ട്. വീണ്ടും ചൈനീസ് കോളറാ. മുണ്ടില്ല കേട്ടാ. മുണ്ട് നീ കണ്ടെടുത്തോ.
അപ്പൊ ഇതാണ് ഞങ്ങക്ക് റാണി ചിഹ്നം അടുത്തത്. ഇതും എനിക്ക് കല്യാണത്തിന്റെ മുന്നേ കിട്ടിയതാ. അത് എനിക്ക് കല്യാണത്തിന്റെ എത്രയോ മുന്നേ എന്റെ ഫ്രണ്ട് കൊടുക്കുന്ന ഹുസ്ന പറഞ്ഞ ഫ്രണ്ട് കൊടുന്നാട്ടോ ഈ ചുരിദാറ്. എനിക്ക് കല്യാണത്തിന് ഒരാഴ്ച മുന്നേ എന്തോ കൊടുന്നിരിക്കുന്നുള്ളൂ. കല്യാണത്തിന് വരുമ്പോ കയ്യും വീശി വരാൻ വേണ്ടിട്ട് നേരത്തെ കൊണ്ടുവന്നതാ. ഞാൻ ഓൾറെഡി ഇട്ടിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു ബ്ലാക്ക് കുർത്ത. നല്ല രസമുണ്ട്. സൂപ്പർ. ഇനി കല്യാണത്തിന് മുന്നേ അല്ല, കല്യാണം കഴിഞ്ഞിട്ടല്ല, കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം നന്നാണ് കേട്ടോ. പക്ഷെ അതിന്റെ മുന്നേ അല്ലേ എടുത്തത്? ഇത് എത്രയോ മുന്നേ ഉദ്ദേശിക്കുന്നത് ഒരു കല്യാണത്തിന്റെ മുന്നേ ഒരു 10 ദിവസം മുന്നേ. കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ ഗിഫ്റ്റ് ആട്ടോ. അത് വേറെ ആരെയല്ല, മുത്തും വിഷ്ണു കൂടി മേടിച്ചു തന്നാണ്. ഇതായത് നല്ല അടിപൊളി റിങ്, നല്ല അടിപൊളി റിങ് കേട്ടോ. എന്താണ്? ഞങ്ങൾ എടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെതാ ഫുള്ള് കഴിഞ്ഞു. ഇത്രയും വേസ്റ്റ് ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. ജഫയുടെ ഗിഫ്റ്റ് ഇതാ അവര് കൊണ്ടുപോവാട്ടോ. എന്ത് പറയുന്നു? ഗ്രേറ്റ്. ചെക്കനും കൂടി ഗിഫ്റ്റ് തരണം എന്ന് ഇതിനകത്ത് പറയുന്നു. എല്ലാവിധ ഗിഫ്റ്റുകളും അംഗീകരിച്ചിരിക്കുന്നു. സന്തോഷം. സന്തോഷം മുഖത്ത് കാണുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് 3-ാം ദിവസം ഞാൻ ഷീമാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. ഇത് സാരിയാണ്, ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൈസ് എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ കിടക്കട്ടെ. ബൈ.